ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമ്മളുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കെമിക്കൽ ബോണ്ടിങ്. Chemical bonding. Why do atoms combine? ആയതിനൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തിനാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ, അതായത് ഇനേർട്ട് ഗ്യാസസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റ് ഗ്രൂപ്പ് 18ാമത്തെ ഗ്രൂപ്പിലെ കുറച്ച് എലമെൻസ് ആണ് അവ. നമുക്ക് അവയൊന്ന് നോക്കിയാലോ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ ഒന്ന് നോക്കിയാലോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡോൺ. ഇത്രയും പേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹീലിയം ആ ഇത്തിരി കുഞ്ഞനാണ്, ഒരൊറ്റ ഷെല്ലുള്ളൂ, കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, 2 ഇലക്ട്രോൺ ഉള്ളൂ. ഹീലിയം ഒഴികെ, except helium, all other elements are having 8 electrons in their outermost shell. ഹീലിയം ഒഴികെ ബാക്കി എല്ലാ മൂലകങ്ങൾക്കും നോക്കിയാൽ കാണാൻ സാധിക്കും ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇവർ ആരും തന്നെ കെമിക്കൽ റിയാക്ഷനിൽ നോർമലി, വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ സെനോണിൻ്റെ കോമ്പൗണ്ട്സ് പഠിക്കും. അണ്ടർ നോർമൽ കണ്ടീഷൻസ് ദേ റിമെയിൻ ഇനേർട്ട്, അതായത് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതിന്, അതായത് അവർ റിയാക്ഷനിൽ പങ്കെടുക്കാതിരിക്കുന്നത്, അതായത് കമ്പൈൻ ചെയ്യാതിരിക്കുന്നതിന് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധമുണ്ട്. അതായത് ദേ ഹാവ് എ കംപ്ലീറ്റ് ഔട്ടർമോസ്റ്റ് ഷെൽ, 8 ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഹീലിയത്തിന് ചോദിക്കും, ഹീലിയത്തിന് ഒരു എക്സെപ്ഷനാണ്, കാരണം ഹീലിയത്തിന് ഒരൊറ്റ ഷെല്ലുള്ളൂ, ഫസ്റ്റ് ഷെൽ, ആൻഡ് ദ ഷെൽ വിൽ ബി കംപ്ലീറ്റ് വിത്ത് 2 ഇലക്ട്രോൺ. അപ്പോൾ എക്സെപ്റ്റ് ഹീലിയം, ബാക്കി എല്ലാ ഈ എലമെൻസും നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ ആൻഡ് റാഡോൺ, ദേ ഹാവ് എ കംപ്ലീറ്റ് ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള ഈ ഒരു അവസ്ഥയെ വിളിക്കുന്നതാണ് ഒക്ടറ്റ്. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആറ്റംസിൻ്റെ സ്റ്റെബിലിറ്റിയും, അതായത് അവർ റിയാക്ഷനിൽ പങ്കെടുക്കാതിരിക്കുമോ, സ്റ്റേബിൾ ആയിട്ടിരിക്കുമോ എന്നുള്ളത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. 8 ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഒക്ടറ്റ്. ഒക്ടറ്റ് അറ്റൈൻ ചെയ്ത ആറ്റംസ് ആരും തന്നെ കമ്പൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വൈ ഡു ആറ്റംസ് കമ്പൈൻ? ഒക്ടറ്റ് ഇല്ലാത്തവരായിരിക്കും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നോക്കൂ, സോഡിയം നിങ്ങൾക്കിപ്പോൾ അറിയാം, എന്നോടൊപ്പം തന്നെ നോട്ട് ബുക്കിൽ എഴുതാവുന്നതാണ്. ആറ്റോമിക് നമ്പർ 11. മഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12. അലുമിനിയം atomic number 13, then carbon 6, nitrogen 7, and oxygen 8, and fluorine 17. ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പെട്ടെന്നൊന്ന് എഴുതിയേ. സോഡിയം നമുക്ക് ഒന്നിച്ചെഴുതാം, 2, 8, 1. 2, മഗ്നീഷ്യത്തിന് 8, 2. അലുമിനിയത്തിൻ്റെ ആണെങ്കിലോ 2, 8, 3. 2, then 4. കാർബൺ 2, 5. 2, 6. ഫ്ലോറിൻ്റെയോ 2, 8, 7. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ടീച്ചറുടെ സഹായമൊന്നും വേണ്ട, നിങ്ങൾ പഠിച്ചു മിടുക്കന്മാരായിട്ടുണ്ട്, അത് എഴുതാൻ അറിയാം. ഈ എലമെൻസിനെ നോക്കുക. എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നമ്മൾ നേരത്തെ കണ്ട 18th ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി കമ്പയർ ചെയ്ത് നോക്കൂ. എല്ലാവരുടെ ഔട്ടർ ഷെല്ലിൽ 8 ഉണ്ടോ? ഇല്ലല്ലോ. സോഡിയത്തിനാണെങ്കിൽ 1 ഇലക്ട്രോൺ, മഗ്നീഷ്യത്തിന് 2, അലുമിനിയത്തിന് 3 ഇലക്ട്രോൺ, കാർബണ് 6 ഇലക്ട്രോൺ, നൈട്രജന് 7, ഓക്സിജന് 6, നൈട്രജൻ 5, ഓക്സിജന് 6, ക്ലോറിന് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ 7. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിലുള്ള, അതായത് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ നമ്മൾ വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയും. വാലൻസ് ഇലക്ട്രോൺ, outermost shell electrons are called valence electron.
അപ്പോൾ ഇവിടെ നോക്കുക, ഈ സോഡിയം എന്ന് പറഞ്ഞത് why do they combine? Why do sodium combine? Sodium combine to attain stability. എങ്ങനെ അറ്റൈൻ ചെയ്യാൻ സാധിക്കും സ്റ്റെബിലിറ്റി? സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് സോഡിയം കമ്പൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്ഥിരത നേടുക? ഔട്ടർ ഷെല്ലില്, ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺ നോക്കുക. 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഇതിന് ഇനി 7 ഇലക്ട്രോൺ കൂടി വേണം. 8 ആവണമെങ്കിൽ 7 ഇലക്ട്രോൺ വാങ്ങുക പോസിബിൾ അല്ല. കാരണം ഈ 11, 2, 8, 1 11 ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള 11 പ്രോട്ടോൺസ് ആണ് അതിനെ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 7 ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ ഈ 11 പ്രോട്ടോണിന് 7 ഇലക്ട്രോൺ കൂടി, അതായത് 18 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രാക്ടിക്കലി അത് എനർജി കൺസേൺ ഒക്കെ ഉണ്ട്. അതിൽ ഹയർ ക്ലാസ്സുകളിലാണ് നമ്മളത് പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അയണൈസേഷൻ എനർജി എന്നൊക്കെ. അതായത് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോണിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ഇവർക്ക് വാങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഷെല്ല് നിറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും എനർജി വൈസ് ഊർജ്ജ നിലയിൽ തന്നെ കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളത് ഇലക്ട്രോൺ, ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിട്ടുകൊടുക്കലാണ്. നോക്കിയേ, സോഡിയം അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ മതി? 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ മതി. മഗ്നീഷ്യത്തിനാണെങ്കിലോ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? 2 സെക്കൻഡ് ഷെല്ലാവും ഔട്ടർ മോസ്റ്റ് ഷെൽ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 2 ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുക്കുക. അലുമിനിയം ആണെങ്കിലോ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഒക്ടറ്റ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേടാൻ വേണ്ടി അഷ്ടക ഇലക്ട്രോൺ സംവിധാനം നേടാൻ വേണ്ടി അലുമിനിയം ചെയ്യുക 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമുക്കിവിടെ ജനറലൈസ് ചെയ്ത് പറയാം. നമ്മളൊരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മൂലകം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു, കോൺഫിഗറേഷൻ എഴുതുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിയിട്ട് 1 ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ 3 ഇലക്ട്രോണോ ആണെങ്കിൽ ആറ്റോമിക് കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആ ഇലക്ട്രോണെയാണ് വിട്ടുകൊടുക്കുക. 1 ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ 3 ഇലക്ട്രോണിനെ അവർ വിട്ടുകൊടുക്കും. ഇത്തരത്തിലുള്ള എലമെൻസിനെ നമുക്ക് പറയാം മെറ്റൽസ് എന്ന് പറയും. ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ ആയിട്ടുള്ള എലമെൻസ്, ബാഹ്യതമ ഷെല്ലിൽ 1, 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ ആയിട്ടുള്ള മൂലകങ്ങളെ നമ്മൾ ലോഹങ്ങൾ എന്ന് പറയും. അപ്പോൾ ഒക്ടറ്റ് കിട്ടാൻ വേണ്ടി, ഒക്ടറ്റ് നേടി സ്റ്റെബിലിറ്റി സ്ഥിരത നേടാൻ വേണ്ടിയിട്ട് ഇവർ സാധാരണയായിട്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. ദേ ഡൊണേറ്റ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടാണ് ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി. ഇനി ഇവിടെ നോക്കിയേ, അടുത്ത 4 എണ്ണം ഇവിടെ നോക്കിയേ. കാർബൺ ആണെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. എത്ര എണ്ണം കൂടി വേണം എന്നറിയാൻ 4 ഇലക്ട്രോൺ കൂടി വേണം. സോ നൈട്രജൻ ആണെങ്കിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 8 എണ്ണം ആവാൻ 3 എണ്ണം കൂടി വേണം. ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോൺ ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഇനി 2 ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ അത് 8 ആവും. ക്ലോറിൻ ആണെങ്കിൽ 3 ഷെല്ലുകളുണ്ട്. മൂന്നാമത്തേൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഒരെണ്ണം കൂടി മതി. ടീച്ചർ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ ഇഷ്ടംപോലെ എണ്ണം സ്വീകരിക്കാനോ വിട്ടുകൊടുക്കാനോ സാധിക്കില്ല. മാക്സിമം 3 എണ്ണം വെച്ചിട്ടാണ് വിട്ടുകൊടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് വാങ്ങുമ്പോൾ. നമുക്ക് ക്ലോറിൻ ഒന്ന് നോക്കാം. ക്ലോറിൻ 1 ഇലക്ട്രോൺ കൂടി മതി. ഏതെങ്കിലും ഒരു ആറ്റത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8 ആയി മാറും. 2, 8 ആയി മാറും. അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ 1 ഇലക്ട്രോൺ വാങ്ങുകയാണ് ക്ലോറിൻ ചെയ്യുക. അപ്പോൾ ഒക്ടറ്റായി, അതായത് അഷ്ടകമായി സ്ഥിരത നേടി. ഓക്സിജൻ ആണെങ്കിൽ അതേസമയം 2 ഇലക്ട്രോൺ വാങ്ങും. നൈട്രജൻ ആണെങ്കിൽ 3 ഇലക്ട്രോൺ വാങ്ങും. ഈ വാങ്ങുന്ന ഇലക്ട്രോണൊക്കെ എവിടേക്കാണ് ചെല്ലുക? അതിൻ്റെ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് ചെല്ലുക. ഇപ്പോൾ ക്ലോറിനെ നോക്കിയേ, 17 ആണ് ആറ്റോമിക് നമ്പർ. 17 പ്രോട്ടോൺ ഉണ്ട്. അത് 17 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, 17 ഇലക്ട്രോണിനെ ആകർഷിക്കുന്നുണ്ട്. ഇനി 18ാമതായി ഇത് സ്വീകരിക്കുന്ന ഒരു ഇലക്ട്രോണിനെയും കൂടെ ആകർഷിക്കണം? ഈ 17 പ്രോട്ടോൺ അട്രാക്ട് ചെയ്ത് ആകർഷിച്ച് നിർത്തണം. അത് സാധ്യമാണ്. ഇനി ഇവിടെ 2 ഇലക്ട്രോണാണ് ആര് വാങ്ങുന്നത്? ഓക്സിജൻ വാങ്ങുക. അപ്പോൾ 8 പ്രോട്ടോൺ വേണം
ഈ 10 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് നിർത്താനായിട്ട്. അതും സാധ്യമാണ്. ഇനി ഇവിടെ 3 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇത് എത്രയായി? മൊത്തം 2 8 10 ഇലക്ട്രോൺ ആവും. 7 പ്രോട്ടോൺ 10 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് നിർത്തും. അതുവരെ സാധ്യമാണ്. പക്ഷെ 4 ഇലക്ട്രോൺ 3ൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1 2 3 ഇലക്ട്രോൺ മാത്രമേ വേണ്ടൂ എങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ഇലക്ട്രോൺ സ്വീകരിക്കും. അപ്പോൾ ഈ കാർബണോ ആറ്റോമിക് നമ്പർ 6 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ, ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ കാർബൺ എങ്ങനെയാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക? എത്ര ഇലക്ട്രോൺ കൂടി വേണം? 4 ഇലക്ട്രോൺ കൂടി വേണം. പക്ഷെ 4 എണ്ണം ഗെയിൻ ചെയ്യാൻ, സ്വീകരിക്കാനായിട്ട് എനർജി വൈസ് പോസിബിൾ അല്ല, സാധ്യമല്ല എന്ന് പറഞ്ഞു. ഊർജം അനുസരിച്ചിട്ട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? 4 എണ്ണം കൂടി ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം. അപ്പോൾ ഹൗ ഡു ആറ്റംസ് അറ്റെയിൻ സ്റ്റെബിലിറ്റി? എങ്ങനെ സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യും? ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തിട്ടോ ഇലക്ട്രോണുകൾ സ്വീകരിച്ചിട്ടോ ഇലക്ട്രോണുകൾ പങ്കുവച്ചിട്ടോ ആണ് അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത കൈവരുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസിൽ സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഇവരിൽ നമ്മൾ 2 തരം എലമെൻസിനെയാണ് കാണുന്നത്. ആദ്യത്തെ 3 എണ്ണം നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോൺ, ബാഹ്യതമ ഷെല്ല് ഇലക്ട്രോണിൻ്റെ എണ്ണം 1 2 3 ആയിട്ട് വരുന്നവർ. അവർ ആ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് തൊട്ടുള്ളിലുള്ള ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ട് മാറുകയാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന എലമെൻസിനെയാണ് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ താഴെ അടുത്ത കാണുന്നത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഇവരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 മുതൽ 7. ഇനി 8 ഉള്ളവരെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ 4 5 6 7 ഇവരെല്ലാം തന്നെ ഒന്നുകിൽ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നു, 4 ഉള്ളവർ ഷെയർ ചെയ്യുന്നു, ബാക്കിയുള്ളവർ 1 2 3 വീതം ഇലക്ട്രോണിനെ വാങ്ങുന്നു, 4 എണ്ണാണെങ്കിൽ ഷെയർ ചെയ്യുന്നു. ഇലക്ട്രോൺ ഗെയിൻ ചെയ്തോ ഇലക്ട്രോൺ ഷെയർ ചെയ്തോ ഇലക്ട്രോൺ സ്വീകരിച്ചോ ഇലക്ട്രോൺ പങ്കുവച്ചിട്ടോ ആണ് അവർ അഷ്ടകം പൂർത്തിയാക്കുന്നത്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവരെ നമ്മൾ വിളിക്കും നോൺ മെറ്റൽസ്. ഇവരാണ് നോൺ മെറ്റൽസ്, അതായത് അലോഹങ്ങൾ. അപ്പോൾ 2 തരത്തിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനലൈസ് ചെയ്തിട്ട് 2 തരത്തിലുള്ള എലമെൻസിനെയാണ് കണ്ടത്. മെറ്റൽസ് അഥവാ ലോഹങ്ങൾ. എങ്ങനെയാണ് മെറ്റൽസ് അഥവാ ലോഹങ്ങളെ തിരിച്ചറിയുന്നത്? എളുപ്പമാണ് കേട്ടോ. എന്താ? ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഔട്ടർ മോസ്റ്റ് ഷെൽ, ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, അവരെ നമ്മൾ വിളിക്കുക വാലൻസ് ഇലക്ട്രോണുകൾ എന്നാണ്. അതിൻ്റെ എണ്ണം 1 2 അല്ലെങ്കിൽ 3 ആണെങ്കിൽ അതെല്ലാം ലോഹങ്ങളാണ്, മെറ്റൽ എലമെൻസ് ആണ്. ഇനി 4 5 6 7 8 ആവാം. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ വരും. നമ്മളിവിടെ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരെ മാത്രം എഴുതിയിരിക്കുന്നതുകൊണ്ടാണ്. 4 അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിൽ ഉള്ളതെങ്കിൽ അവയെല്ലാം നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ അവർ ചെയ്യുക, ഒന്നുകിൽ ഇലക്ട്രോൺ സ്വീകരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കും. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിനും കൂടി ഇത്രയായി. ഹൗ ഡു ആറ്റംസ് അറ്റെയിൻ സ്റ്റെബിലിറ്റി? എപ്രകാരമാണ് ആറ്റങ്ങൾ സ്ഥിരത നേടുന്നത്? അത് ഇലക്ട്രോൺ പങ്കുവച്ചിട്ടോ ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടോ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടോ ആണ് അവർ സ്ഥിരത നേടുന്നത്. ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കും.